ബുദ്ധനൊരു കാമുകിയുണ്ടായിരുന്നു. അതായത് ബുദ്ധൻ പ്രണയിച്ചൊരു കാമുകിയെക്കുറിച്ച്. ബുദ്ധന് ഭാര്യയുണ്ട്, ഒരു കുഞ്ഞുണ്ടായിരുന്നു. അല്ലാതെ ബുദ്ധൻ ഒരാളെ പ്രണയിച്ചിരുന്നു. ആ കഥ അറിയാവോ? അത് ബ്രഹ്മചാരി എന്ന് പറയുന്ന ഒരു ഇല്ലാത്തൊരു കഥയാണ്. നമ്മുടെ മനസ്സിലൊരു സംഭവം പറയണമെന്ന് തോന്നിയാൽ അത് നല്ല ശാന്തമായ മാനസികാവസ്ഥകളൊക്കെ പറയണം. അതുകൊണ്ടെങ്കിൽ അതൊരു വലിയ നഷ്ടമായിരിക്കും. പിന്നീട് ഒരിക്കലും നമ്മുടെ മനസ്സിൽ ചകഞ്ഞെടുക്കാൻ പറയാൻ. ഞാനൊക്കെ യാത്ര ചെയ്ത് കുട്ടിക്കാലത്ത് ഇറങ്ങിയപ്പോൾ ഞാൻ വെച്ചാൽ അത് ചെയ്യാൻ. പക്ഷെ അവിടുത്തെ അന്തരീക്ഷം എൻ്റെ മനസ്സിനൊരു വൈബ്രേഷൻ പോലെയാണ്. ഇപ്പം ഞാൻ പറയാം. അതായത് ബുദ്ധൻ സന്യാസ ജീവിക്കുമ്പോൾ ബുദ്ധനെ കാണാൻ ഒരുപാട് പേര് വരും. ബുദ്ധൻ്റെ ഉപദേശങ്ങൾ സ്വീകരിക്കാനും ബുദ്ധനെ കാണാനില്ല. എന്നും ഒരു സന്ധ്യാസമയമാകുമ്പോൾ ഒരു സ്ത്രീ ബുദ്ധനെ ആ സ്ത്രീ പ്രണയിക്കുന്നു. ആ സ്ത്രീ ആരെന്നറിയാമോ? ആ സ്ത്രീ ഒരു വേശ്യയായിരുന്നു. അവൾ രാത്രികാലങ്ങളിൽ മൊത്തം പലരുടെ കൂടെ അവൾ ഉപജീവനത്തിനായി അവളെ പലരും പ്രാപിക്കുക. ബുദ്ധൻ്റെ കാണുന്നുണ്ടെങ്കിലും ബുദ്ധനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. പക്ഷേ സ്ത്രീ നിരന്തരമായിട്ട് എന്നും വരും ബുദ്ധൻ്റെ പ്രണയം ചോദിച്ചുകൊണ്ട്, എന്നെ പ്രണയിക്കാമോ എന്ന് ചോദിച്ചു. കാരണം അവളിലും മുല്ലപ്പൂമ്പടിയേറ്റ് കിടക്കും കല്ലിന് മുന്താ സൗരഭ്യം തുടങ്ങും. ബുദ്ധൻ്റെ ആ തേജസ് അവൾ ഭയങ്കരമായിട്ട് അവളെ പ്രൊജക്റ്റ് ചെയ്തു. ബുദ്ധനെ നിന്ന് ഒരു മറുപടിയും പറഞ്ഞു, ഞാൻ ഒരിക്കലും നിന്നെ പ്രണയിക്കാം എന്ന് ബുദ്ധൻ മറുപടിയും കൊടുത്തു. ആ മറുപടി അവളുടെ ഒരു പ്രതീക്ഷ ഒത്തിരി ആഴത്തിലാക്കി. അവൾ പക്ഷെ അന്നേരവും വേശ്യയായി തുടർന്നു. അവളുടെ ശരീരം പലരും എടുത്തു. പക്ഷെ അവളുടെ മനസ്സ് മൊത്തം ബുദ്ധനായിരുന്നു. ഒടുവിൽ അവിടുത്തെ നാടുവാഴി ഇതറിഞ്ഞ് ആ സ്ത്രീയെ മരണശിക്ഷയ്ക്ക് വിധിക്കുകയാണ്. അവളുടെ കാലുകൾ രണ്ടും ഛേദിച്ച്, അവളുടെ കൈകൾ രണ്ടും ഛേദിച്ച് അവളെ കൊണ്ടുപോയി ഒരു വിറക് അടിക്കുക, അതിൻ്റെ പുറത്ത് കത്തിക്കാനായിട്ട് ഇട്ടേക്കാണ്. അവളെ കിടന്ന് അവൾ മരിക്കണം, അതിന് ശേഷം കത്തിക്കുള്ളത്. അങ്ങനെ അവളിങ്ങനെ വേദനിച്ച് കിടക്കുമ്പോൾ ബുദ്ധൻ അവളുടെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ പ്രണയിച്ചിരുന്നു, ഞാൻ നിന്നെ പ്രണയിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതുവരെ വേദന കൊണ്ട് കളഞ്ഞിരുന്ന സ്ത്രീയെ മനസ്സിലും അവൾ ആഗ്രഹിച്ച് മൊത്തം ബുദ്ധൻ്റെ പ്രേമമാണ്. അവളുടെ ഉള്ളിൽ നിന്നുണ്ടായ ആ സന്തോഷം, അവളുടെ ആ ശരീരത്തിൻ്റെ വേദന, ഒരു മുറിക്കപ്പെട്ട കൈകളും കാലുകളും ഒന്നും അവൾക്ക് ഒരു വിഷയമേ ആയിരുന്നില്ല. അവൾ ആ സ്നേഹം അനുഭവിച്ച് അവൾക്ക് മരിക്കാൻ പറ്റി. ആ ബുദ്ധൻ്റെ സ്നേഹം ബുദ്ധൻ അവളോട് സ്നേഹം പറഞ്ഞതും കൃത്യസമയത്തായിരുന്നു. അതാണ് ശ്രീബുദ്ധൻ്റെ മഹാത്മ്യം. അതുപോലെ ഒരു കണക്കിന് പറഞ്ഞാൽ ഇത്രയും ദത്തായൊരു പ്രണയം എവിടെയുണ്ട്. ബുദ്ധൻ പ്രണയിച്ചു പ്രണയം പറഞ്ഞു. അതാണ് അത് നമ്മൾ കാണുന്ന സെക്സിൻ്റെ പ്രണയമല്ല. അതുപോലെ നിങ്ങളിൽ പലരും പ്രണയം ആഗ്രഹിക്കുന്നവർ പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു അവസരത്തിലായിരിക്കും തിരിച്ചു കിട്ടുന്നത്. ഈ പറഞ്ഞ പോലെ ഉള്ള ഒരു പ്രണയ കഥയാണ് ഞാൻ എൻ്റെ ഈ പുതിയ വർക്കിൽ. എനിക്ക് ഷോർട്ട് ഫിലിം ചെയ്യാനാണെങ്കിൽ ഞാൻ 8-9 മാസമായി ഞാനത് ചെയ്യുന്നില്ല. ഈ സിനിമ ചെയ്യാൻ വേണ്ടി ഞാൻ എത്ര റിസ്ക് എടുത്ത് ഓരോ നിമിഷവും എൻ്റെ ഉള്ളിൽ അതിൻ്റെ ഫ്രെയിമുകളും ഷോട്ടുകളും മ്യൂസിക്കും എല്ലാം എൻ്റെ ആർട്ടിസ്റ്റിനെ കുറിച്ചുള്ള ഒക്കെയാണ്, ലൊക്കേഷനൊക്കെയാണ് എൻ്റെ മനസ്സിൽ. അതിനുവേണ്ടി ഞാൻ ശരിക്കും അലയുകയാണ്. അത് നടക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ നടക്കണം. 100-300 സിനിമകൾ പൊളിഞ്ഞ് പാളീസായിപ്പോയി. 10 സിനിമ താഴെയാണ് വിജയിച്ചത്. ഒരു 10-300 പെട്ടിക്കാത്തിരിക്കുന്നു. അതൊന്നും അല്ലാതെ എല്ലാ എൻ്റെ അനുഭവങ്ങൾ വെച്ച് ഇതൊരു സിനിമയായി. എനിക്ക് അധികമൊന്നുമില്ല, ഒരു 10 വീട്ടിൽ മലയാളത്തിലും 10 വീട്ടിൽ തമിഴിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതുപോലൊരു പ്രണയകഥയാണ് എൻ്റെ മനസ്സിലില്ല. ഞാനിത് കംപ്ലീറ്റ് ചെയ്ത സ്ക്രിപ്റ്റാണ്. അങ്ങനെ
ഒക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പം സോങ് എഴുതി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിലെ ഒരാളാണ് എനിക്ക് എഴുതി തന്നത്. നല്ല ഒരു സോങ്ങാണ്. ഇനി റെക്കോർഡ് ചെയ്യണം. അങ്ങനെയൊക്കെ പോകുന്നു. എല്ലാവരുടെ അനുഗ്രഹങ്ങളും എല്ലാവരുടെ പ്രാർത്ഥനയും ഉണ്ടാകണം. ഒരാളുടെ വൈരാഗ്യമോ പിണക്കമോ ഒന്നും ഉണ്ടാകാൻ മാത്രം ഞാൻ ആരുടെയും ജീവിതത്തിൽ ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഒരു എളിയ കലാകാരൻ എന്നുള്ള രീതിയിൽ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാകണം. നന്ദി, നമസ്കാരം.